തിരുവനന്തപുരം ആറ്റിങ്ങലിൽ കൊട്ടിക്കലാശത്തിനിടെ സംഘർഷം. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥിയടക്കം 10 കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു. അക്രമത്തിന് പിന്നിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. സിസിടിവി കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചതായി പോലീസ്. 3 പഞ്ചായത്തുകൾ താണ്ടി മണമ്പൂർ വഴി കല്ലമ്പലത്തേക്ക് എത്തി സമാപന പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ ചാത്തമ്പറ എത്തിയപ്പോൾ CPM-ന്റെ ഒരു പറ്റം CPM ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൊടിയുമായി വന്ന് റോഡ് തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. പര്യടന വാഹനം ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. അതുപോലെ തന്നെ 4ഓളം വരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ KSUവിൻ്റെ പ്രവർത്തകരെ തലയടിച്ച് പൊട്ടിച്ചു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഈ വണ്ടി തടയുന്നതിൻ്റെ ഉൾപ്പെടെയുള്ള വിഷ്വൽസ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലും മീഡിയയ്ക്കും കൈമാറിയിട്ടുണ്ട്. വണ്ടി തടഞ്ഞു നിർത്തി ആക്രമിക്കുന്നത്. സഫാൻ VP ചേർന്ന വിശദാംശങ്ങൾ നൽകാനായി. സഫാൻ, എന്ത് സംഭവിച്ചെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്? ഇവരുടെ പരിക്ക് എങ്ങനെയുണ്ട്? പോലീസ് അന്വേഷണം തുടങ്ങിയോ? ജീന, ചാത്തൻപാറ കല്ലമ്പലത്ത് വൈകുന്നേരം 5 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മണമ്പൂരിലേക്ക് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി നബീലിന്റെ പ്രചരണ വാഹനം കടന്നു വരുന്നതിനിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെത്തി അതിക്രമം അഴിച്ചുവിട്ടു എന്നാണ് കോൺഗ്രസിന്റെ പരാതി. എന്നാൽ ഡിവൈഎഫ്ഐ ഇത് നിഷേധിക്കുകയാണ്. 2 ഭാഗത്തുനിന്നുണ്ടായ ഒരു സംഘർഷത്തിന്റെ ഫലമായി ഉണ്ടായൊരു ഏറ്റുമുട്ടൽ എന്ന നിലയിലാണ് ഡിവൈഎഫ്ഐ ഈ ഭാഗത്തെ കാണുന്നത്. ഏതായാലും 10 കോൺഗ്രസ് പ്രവർത്തകർക്കും ഈ സ്ഥാനാർത്ഥി നബീലിനും പരിക്കേറ്റിട്ടുണ്ട്. എല്ലാവരും ആറ്റിങ്ങലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ തലക്കരക്കം പരിക്കേറ്റ ദൃശ്യങ്ങളടക്കം കോൺഗ്രസ് ഏതായാലും ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെയാണ് ആരോപണം. ഈ വാർഡിൽ ഒരു പരാജയ ഭീതി മൂലമാണ് സ്ഥാനാർത്ഥിക്ക് അടക്കം ഇത്തരത്തിലൊരു അതിക്രമം അഴിച്ചുവിട്ടു എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. പോലീസുമായി സംസാരിക്കുമ്പോൾ ഇരുഭാഗത്തു നിന്നും പരാതി ലഭിച്ചത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. CCTV അടക്കമുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ച് കേസെടുക്കാനാണ്, ഏത് ഭാഗത്തു നിന്നാണ് അതിക്രമം ഉണ്ടായത് അതിനനുസരിച്ച് കേസെടുക്കാനാണ് പോലീസിന്റെ നിലവിലുള്ള തീരുമാനം. കോൺഗ്രസ് ഏതായാലും ഡിവൈഎഫ്ഐക്കെതിരെയാണ് പരാതിയായിട്ട് ഉയരുന്നത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ തങ്ങളുടെ ഭാഗത്തു നിന്നും തങ്ങളുടെ പ്രവർത്തകർക്കും ഈ സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. UDF പ്രവർത്തകരാണ്, കോൺഗ്രസ് പ്രവർത്തകരാണ് ഇത്തരത്തിലൊരു പ്രകോപനം അഴിച്ചുവിട്ടത് എന്നാണ് കോൺഗ്രസ് ഡിവൈഎഫ്ഐയും പറയുന്നത്. ഇരു സൈഡിൽ നിന്നും പോലീസിന് പരാതി ലഭിച്ച പശ്ചാത്തലത്തിൽ CCTV അടക്കമുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കാനാണ് ആറ്റിങ്ങൽ പോലീസിന്റെ തീരുമാനം. ജീന, ശരി, ഏതായാലും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. സഫാൻ VP ആണ് വിശദാംശങ്ങൾ നൽകിയത്.